പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ +2 എക്കണോമിക്സിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 20ാമത്തെ ചാപ്റ്ററിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതായത് MCQ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിന്റെ, അതായത് 2 ടെക്സ്റ്റ് ബുക്കിംഗ് കൂടി മൊത്തം ചാപ്റ്റേഴ്സിന്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം പുതിയ രീതി അനുസരിച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 20ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, ബ്രാക്കറ്റ് ആൻസർ ചെയ്യാനുണ്ട്, ട്രൂ ഓർ ഫാൾസ് ഉണ്ട്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിന്റെ അടിയിൽ നിന്നാണ് നമുക്ക് ഇതിന്റെ ആൻസറുകൾ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ 2 മാർക്കും 3 മാർക്കും 4 മാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഗൈഡ് ഉപയോഗിച്ച് പഠിച്ചാൽ മതി. എല്ലാ വിഷയത്തിന്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയച്ചു തരും. ഇത് നമ്മൾ 4 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഒരു 5 മാച്ച് ദ ഫോളോയിങ്സ് ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. ആൻസർ നിങ്ങൾക്ക് ഏത് ഭാഷയിലും എഴുതാം. First, dash measures the degree of responsibility of quantity of supply of a commodity change price. പ്രൈസിൽ മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചുള്ള ഒരു ആനുപാതികമായ മാറ്റമാണ് എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി. അപ്പൊ ആൻസർ വരുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ. രണ്ടാമത് കോഫിഷ്യന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ വേരീസ് ഫ്രം, കോഫിഷ്യന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് വേരി എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റ്, 0 നിന്ന് ഇൻഫിനിറ്റ് ആകാം, അനന്തപരമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് ആകാം, 0 to ഇൻഫിനിറ്റ് ആകാം. ഡാഷ് ഇസ് ദ 2 മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിറ്റി. പ്രൈസ് ഇലാസ്റ്റിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 മെത്തേഡ് ഏതൊക്കെ? ഒന്ന് പെർസെന്റേജ് മെത്തേഡും, രണ്ടാമത് ജിയോമെട്രിക് മെത്തേഡ്. ദി സപ്ലൈ ഓഫ് പെരിഷബിൾ ഗുഡ്സ് ഈസ് ജനറേറ്റഡ്. പെരിഷബിൾ എന്ന് പറഞ്ഞാൽ കേട് വരുന്ന സാധനങ്ങളുണ്ടാവും, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ. ഇതിന്റെ ഒക്കെ കേസിൽ എങ്ങനെയായിരിക്കും? അതിന് ഇൻ ഇലാസ്റ്റിക് ആയിരിക്കും, അതിന് ഇലാസ്റ്റികത ഉണ്ടാവില്ല എന്നുള്ളതാണ്, കുറവായിരിക്കും എന്നുള്ളതാണ്. ഇനി മാച്ച് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇതിൽ ഏതാണ് വരിക എന്നുള്ളതാണ്. അതിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ഏതാണ് വരുന്നത്? വിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റമുണ്ട്, സപ്ലൈ അനന്തരമായ മാറ്റമാണ്, അതാണ് ഇൻഫിനിറ്റ് എന്നാണ് അതിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇൻഫിനിറ്റ് ആണ് വിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റം അനുസരിച്ചിട്ട് സപ്ലൈയിലെ അനന്തരമായ മാറ്റത്തിന്റെ അളവ് പറയാൻ കഴിയും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വിലയിൽ എന്ത് മാറ്റം ഉണ്ടായാലും, വില കൂടിയാലും കുറഞ്ഞാലും സപ്ലൈ മാറുന്നില്ല, അവിടെ ഇലാസ്റ്റികത 0 ആയിരിക്കും. യൂണിറ്ററി എന്ന് പറഞ്ഞാൽ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ അതേ ശതമാനം തന്നെ സപ്ലൈയിലും അതേ ശതമാനം മാറ്റം, രണ്ടും ഈക്വൽ. 10% വിലയിലാണെങ്കിൽ 10% സപ്ലൈ, അവിടെ യൂണിറ്ററി ആണ്, അതാണ് ES1. ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കാൾ കൂടുതൽ എവിടെ മാറ്റം വരികയാണ്? സപ്ലൈയിൽ മാറ്റം ഉണ്ടാകുകയാണ്, അവിടെ ഇലാസ്റ്റികത ഗ്രേറ്റർ ദാൻ ആണ്. ഈ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരെ തിരിച്ചിട്ടാണ്. ഈ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രധാനത്തെ സപ്ലൈ ഉണ്ടാകുന്ന മാറ്റം വിലയിലുണ്ടാകുന്ന ശതമാനത്തേക്കാൾ കുറവാണെങ്കിൽ അതിനാണ് അവിടെ ഇലാസ്റ്റികത വളരുന്നത്. ഇനി ഇതേപോലെ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടും, എല്ലാം നമ്മളിവിടെ അവതരിപ്പിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ, ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ, എല്ലാ വിഷയത്തിന്റെ ഗൈഡുകൾ ആവശ്യമുള്ളവർ, ക്ലാസ് ആവശ്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും മുഴുവൻ ജില്ലകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സാണ്.
അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് ഇതെല്ലാം ഫ്രീ ആയി നൽകുകയാണ്. ഓക്കെ, നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതോ. ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ വരുന്ന സമയത്ത് ലീവിന് എക്സാം അറേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് ഇനി ആർക്കെങ്കിലും പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷന്റെ ബോർഡിലുള്ള SSLC പ്ലസ് 2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരുകുല യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷന് നമ്മൾ നൽകുന്നുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.